ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് പറയാൻ പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് വന്നിരിക്കുന്ന ഡെവിൾ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ പൊസസീവായ ഒരാളായിരിക്കണം, സെൽഫിഷായ ബിഹേവ് ചെയ്യുന്ന ഒരാളായിരിക്കണം, നിങ്ങളുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് തരാത്ത ഒരാളായിരിക്കണം, നിങ്ങളുടെ ഫീലിങ്സിന് പരിഗണന തരാത്ത ഒരാളായിട്ട് കാണുന്നു. നിങ്ങളോട് സ്നേഹമായി പെരുമാറുന്നുണ്ടായിരിക്കാം, പക്ഷേ ഒരു ഡ്യുവൽ ഫേസുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാർഡായിട്ട് വന്നിരിക്കുന്നത് ടവർ കാർഡാണ്. നിങ്ങൾ ഈ റിലേഷനിൽ വളരെ വിഷമം അനുഭവിക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ റിലേഷൻ വലിയൊരു പ്രശ്നമുണ്ടായി ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെന്ന് കാണാൻ സാധിക്കുന്നു. രണ്ടുപേരും ഇതുവരെ ഫേസ് ചെയ്യാത്ത വലിയൊരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്തത് ജഡ്ജ്മെൻറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ഈ റിലേഷൻ നിങ്ങൾ എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടോ, എത്രമാത്രം കാര്യങ്ങൾ നിങ്ങൾ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, അതിനെല്ലാം നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. യൂണിവേഴ്സിൻ്റെ വലിയൊരു സപ്പോർട്ട് നിങ്ങൾക്കുള്ളതായി കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ, യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത് എന്താണോ, നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് എന്താണോ, നിങ്ങൾക്ക് ഈ റിലേഷനിൽ വേണ്ടത് എന്താണോ, അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായി കാണുന്നു. യൂണിവേഴ്സിൻ്റെ വലിയൊരു സപ്പോർട്ടുള്ള റിലേഷനാണ് എന്ന് കാണുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി നന്നായി ഈ റിലേഷൻ സ്മൂത്തായിട്ട് പോകാനായിട്ട് ക്ലെയിം ചെയ്താണ് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ ഒരു പ്രാർത്ഥന യൂണിവേഴ്സിൽ എത്തുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ പേഴ്സൺ അത് പരിഗണിച്ചില്ല എങ്കിലും ആ ഇമോഷൻസ് എല്ലാം യൂണിവേഴ്സിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഇമോഷൻസിനെല്ലാം ഉള്ള തീരുമാനം യൂണിവേഴ്സിൻ്റെ കയ്യിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് അവസാനിച്ചിരിക്കുന്നു. നന്ദി.